ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ലേ വീഡിയോസൊക്കെ ആയിട്ട് കണ്ടിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ട്രൈപ്പോഡ് പൊട്ടിയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊരു ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുക്കിംഗ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാം ഓക്കെ ആയി വരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളെ പെരുന്നാളിൻ്റെ അന്ന് എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ നമ്മൾ അട്ടപ്പാടിയിലൊക്കെ പോയി, അതിൻ്റെ ഇടയിൽ പിന്നെ എനിക്ക് ആകെ വയ്യാണ്ടായി, അതുകൊണ്ട് തന്നെ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല. ഇപ്പം നമ്മൾ നേരത്തെ തിരിച്ച് വീട്ടിൽ തെങ്കരയിലേക്ക് എത്തിയിട്ടുണ്ട്. മൂന്നാം പെരുന്നാളിൻ്റെ അന്ന് നമ്മളിങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഒന്നാം പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പം നമ്മുടെ ഫൈസി കുട്ടി ഇതാ കുളിച്ച് റെഡിയായി, ഇക്കാൻ്റെ കൂടെ പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ അവരൊക്കെ പോയി. അപ്പോഴത്തേക്കും ഞാൻ ഫാദർ കുട്ടീനെ ഒന്ന് എഴുന്നേൽപ്പിച്ചു കേട്ടോ. ഓൾ നല്ല ഉറക്കമായിരുന്നു, അറിയാലോ, ഓൾ 9 മണി 10 മണി വരെ വേണമെങ്കിലും വിളിച്ചിട്ടില്ലെങ്കിൽ ഉറങ്ങും കേട്ടോ. അപ്പോൾ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഞാൻ വിട്ടു. പിന്നെ എഴുന്നേൽപ്പിച്ചിട്ട് പിന്നെ കുളിപ്പിക്കണ്ടേ, അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുന്നേൽപ്പിച്ചു കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ വേഗം അടിച്ചു വാരിയിട്ടിട്ടുണ്ടായിരുന്നു, അടിക്കലും. പിന്നെ അത് കഴിഞ്ഞിട്ട് തുടക്കാന്ന് വിചാരിച്ചു. അങ്ങനെ തുടക്കാൻ നിന്നപ്പോഴാണ് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇത് നമ്മുടെ ബാത്റൂമിൻ്റെ ചുമരാണ് കേട്ടോ. ഒരു ചുമൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, വെള്ളമായി കഴിഞ്ഞാൽ അത് ക്ലീൻ ആവും. പക്ഷെ വെള്ളം അങ്ങോട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുമ്പോഴൊക്കെ വെള്ളം ചുമരിലാവുമല്ലോ, അങ്ങനെ ആയി കഴിയുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ആ ഒരു വെള്ളം ഡ്രൈ ആവുന്ന സമയത്ത് ഇതേപോലെ ചൊറി പിടിച്ച പോലെ പാട് പോലെ വരികയാണ് കേട്ടോ. കോൽക്കിണറത്തെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേൽഭാഗത്തൊന്നുമില്ല, കാരണം അവിടെ അധികം വെള്ളം ആവുന്നില്ലല്ലോ. താഴ്ഭാഗത്തെ ടൈൽസാണ്. ഈ ഒരു ബ്ലാക്ക് കളറും കൂടി ആയതുകൊണ്ട് ഭയങ്കര ബോറാണ് കേട്ടോ. ഞാൻ ഇത് ക്ലീൻ ആക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ടാവും. ബ്രഷൊക്കെ വെച്ച് നമ്മൾ ഡിറ്റർജൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചുമരൊക്കെ നല്ലോണം ക്ലീൻ ചെയ്യും. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് വെള്ളം വയ്ക്കുന്ന സമയത്ത് നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ ആ വെള്ളം കൂടി ഡ്രൈ ആവുന്ന സമയത്ത് പഴയ പോലെ ആവും. അപ്പോൾ ഭയങ്കര സങ്കടമാവും കേട്ടോ. അപ്പോൾ അതെങ്ങനെ മാറ്റാൻ പറ്റും, എന്തെങ്കിലും ട്രിക്ക് നിങ്ങൾക്ക് അറിയെങ്കിലും ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞു, വേഗം തന്നെ തിരുമ്പി ഇട്ടു കേട്ടോ. ഒരു 9 മണിയാകുമ്പോഴത്തേക്കും തിരുമ്പലൊക്കെ കഴിഞ്ഞു. പിന്നെ നോക്കുമ്പോൾ ഇതാ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഇക്കാക്കും ഫൈസിക്കൊക്കെ ചായ വെച്ചതായിരുന്നു. പിന്നെ കുറച്ച് കഴുകിയ പാത്രങ്ങൾ എടുത്ത് വെക്കാനുണ്ട്. പിന്നെ അപ്പോൾ ഈ ഒരു പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് പിന്നെ സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ചിടാനുണ്ട്. ഇന്നലെ എന്താ പറയുക, രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിടന്നത്, പെരുന്നാളിൻ്റെ തലേദിവസമല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇക്കയും ഫൈസിയും പിന്നെ പള്ളിയിൽ പെരുന്നാൾ എന്ന് പറയുന്നത് പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഫുഡ് കഴിച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വാങ്ങി തന്നിട്ട് പോകാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ ഫാദുക്കുട്ടിനെ ഞാനും കുളിച്ചു വന്നു കേട്ടോ. കുളിച്ച് വന്ന് ക്ലീൻ ആക്കിയ ശേഷം കുളിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ. കുറച്ച് മാവും പിന്നെ തലേ ദിവസത്തെ ചട്നി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എക്സ്ട്രാ ഒന്നും ഉണ്ടാക്കണ്ട വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 9 മണി 9:30 ആയി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്കയും ഫൈസിയും വന്നു. ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ്റെ ലെഗ് പീസ് മാത്രമാണ് കേട്ടോ. നമ്മൾ 2-3 പേരല്ലേ ഉള്ളൂ. പിന്നെ ഫാദർകുട്ടി അതൊന്നും കഴിക്കില്ല. പിന്നെ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അട്ടപ്പാടിക്ക് പോവാണ് കേട്ടോ. പിന്നെ നമുക്ക് ബീഫിൽ നിന്ന് കിട്ടുമല്ലോ, ഉദഹയത്തിൻ്റെ ഇറച്ചി പള്ളിയിൽ നിന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് കുറച്ച് ലിവറാണ് കേട്ടോ. ലിവർ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് റോസ്റ്റ് ആക്കിയിട്ട് അട്ടപ്പാടിക്ക് കൊണ്ടുപോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചാണ്. പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി ചിക്കനൊക്കെ ഒന്ന് മസാല ഇട്ട് വെച്ചു. വേഗം തന്നെ ഒന്ന് പൊരിച്ചെടുത്തു കേട്ടോ. പൊരിച്ചിട്ടുള്ള ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഞാൻ ലിവർ അടുപ്പിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അടുപ്പിൽ എങ്ങനെ ആയിക്കോളുമല്ലോ. അപ്പോൾ പിന്നെ ഇതാ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് പേസ്റ്റും ഉള്ളിലേക്ക് അരിഞ്ഞ് റെഡിയാക്കി. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഏകദേശം ഫ്രൈ ആയി വന്നു. അപ്പോഴത്തേക്കും അടുക്കളയ്ക്ക് അലങ്കോലമായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രൈപ്പോഡ് പൊട്ടിയതുകൊണ്ട് തന്നെ എവിടെയും വെച്ചെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മൾ കൈ പിടിച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ മടിക്കാണ് കേട്ടോ. പിന്നെ കുക്കിംഗ് നേരെ ചെയ്യാനും പറ്റണില്ല, വീഡിയോ എടുത്ത് തരാനും ആരില്ല. അതുകൊണ്ടാണ് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ട്രൈപ്പോഡ് എന്തായാലും ഇൻഷാല്ലാ വാങ്ങിയിട്ട് വേണം ഇനി നല്ല വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ ബിരിയാണിയൊക്കെ അടുപ്പത്ത് ഏകദേശം വേഗവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു കഴിച്ച പാത്രങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മുന്നേ തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കാൻ കേട്ടോ. പാത്രം കഴുകൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പണിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വേഗം കഴുകിയെടുക്കും കേട്ടോ. കൂടുതൽ നേരം സിങ്കിൻ്റെ അവിടെ നിൽക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വന്നപ്പോഴത്തേക്കും ബിരിയാണി ഏകദേശം സെറ്റായി, ചോറൊക്കെ വെന്തു. പിന്നെ നമ്മൾ ഒരു 2 ലെയറായിട്ടാണ് കേട്ടോ വെച്ചത്, കാരണം കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ചിക്കൻ്റെ പീസൊന്ന് മാറ്റിയിട്ട് കുറച്ച് ചോറിട്ടു, അതിൻ്റെ മേലെ ആ ലെഗ് പീസിൻ്റെ മസാല ഇട്ടു, മേലെ ബാക്കിയുള്ള ചോറ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടു. എന്നിട്ട് നമ്മളെ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ആ ഒരു വെള്ളവും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തതും ഉള്ളിയും മല്ലിച്ചപ്പും പിന്നെ ലാസ്റ്റ് കുറച്ച്
നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ബിരിയാണി സെറ്റായിട്ടോ. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പൊതുവേ നമ്മൾ കുറച്ച് സാധനം കുറച്ച് ക്വാണ്ടിറ്റിയിൽ വെക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ ബിരിയാണി 5 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ അടുപ്പത്ത് വെച്ചു. അതിനുശേഷം നമ്മൾ സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ തൈര് സാലഡിനേക്കാൾ ഒന്നും കൂടി ഇഷ്ടം നമ്മൾ ഈ ഒരു അൽഫാമിൻ്റെ ഒക്കെ കൂടെ കിട്ടുന്ന സലാഡ് ഉണ്ടല്ലോ, ഉള്ളിയും ക്യാബേജും കുക്കുംബറും ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ള സാലഡ്, വിനീഗറൊക്കെ ഒഴിച്ചിട്ടുള്ള ആ ഒരു സാലഡാണ് കേട്ടോ ഇവിടെ ഇഷ്ടം. ഫാദുക്കുട്ടി പിന്നെ എന്താ പറയുക, കുക്കുംബർ അഡിക്റ്റ് ആണ് കേട്ടോ. എത്ര കുക്കുംബർ വേണമല്ലോ അവൾ കഴിക്കൂട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഈ ഒരു സാലഡ് ഞാൻ കൂടുതൽ ദിവസം നൈറ്റ് കഴിക്കാറുണ്ട് കേട്ടോ. വെയിറ്റ് ലോസ് ചെയ്യണം എന്നൊരാഗ്രഹമൊക്കെ വരുന്ന സമയത്ത് ഞാൻ കഴിക്കാറുണ്ട്. ഫുഡ് കുറച്ചിട്ട് ഇത് കൂടുതൽ കഴിക്കണം, നല്ലതാണ് കേട്ടോ. വെയിറ്റ് ലോസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ്. അപ്പോൾ ഇതാ ഞാൻ കുക്കുംബറും ക്യാരറ്റും നമ്മൾ ബിരിയാണിക്ക് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഉള്ളി ഉണ്ടായിരുന്നു, സവാള, അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്യാബേജ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ക്യാബേജ് ഇവിടെ പച്ചക്ക് കഴിക്കാൻ ആർക്കും ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അതിലേക്ക് കുറച്ച് വിനീഗറും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടി. കുട്ടികളുള്ളതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ടില്ല കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയാണ് ഇതിന് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ പെനഞ്ഞ് വെക്കാം കേട്ടോ. അപ്പോൾ അതിൽ നിന്നിങ്ങനെ അതിൻ്റെ വെള്ളം സത്തൊക്കെ ഇങ്ങനെ ഇറങ്ങും. അത് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ TV ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഏകദേശം ഒരു 12-1 മണി ആകുമ്പോഴത്തേക്കും നമ്മൾ ഫുഡൊക്കെ റെഡി ആയിട്ടോ. അങ്ങനെ നമ്മൾ കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയായിരുന്നു. ഞാനിങ്ങനെ പിന്നെയും ഇന്നെ പൊക്കി പറയല്ല കേട്ടോ. നോർമലി ഞാനൊരു എന്താ പറയുക, ബിരിയാണി എക്സ്പേർട്ടൊന്നുമല്ല കേട്ടോ. ചില സമയത്ത് എങ്ങനെ നോക്കി ഉണ്ടാക്കിയാലും കൊളാവും. അതുകൊണ്ട് തന്നെ ഈ ചില സമയത്ത് നന്നാവുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ വീട്ടിലേക്ക് കാക്കും വൈഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരും കഴിച്ചപ്പോൾ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്. അവിടെ അട്ടപ്പാടിയിൽ വരുമ്പോൾ ഈ ടേസ്റ്റ് ഉണ്ടാവാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്കും നല്ല മന്ദപ്പായി. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഫോൺ നോക്കി കിടന്നപ്പോഴത്തേക്ക് 2 ആളും അപ്പുറത്തും ഇപ്പുറത്ത് വന്ന് കിടന്നു. കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ 2 ആളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഉറങ്ങാതെ എഴുന്നേറ്റ് വന്നു. പിന്നെ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ഒരു മധുരം കഴിക്കണ്ടേ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പായസം ഞാൻ ഇത്തിരി എടുത്ത് കുടിച്ചു. പിന്നെ അപ്പോഴത്തേക്ക് ഇതാ പോകാനൊക്കെ റെഡി ആയിട്ടോ. നാളേക്ക് ആയിട്ടോ നമുക്ക് ബീഫ് നമ്മൾ പള്ളിയിൽ നിന്ന് കിട്ടിയപ്പോൾ അത് വാങ്ങി ഫ്രീസറിൽ വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ അത് വാങ്ങാനൊന്നും ഇവിടെ ആളില്ലല്ലോ. പിന്നെ എല്ലാവരുടെയും ഫ്രിഡ്ജ് ഫുള്ളായിരിക്കും. പിന്നെ നമ്മൾ അട്ടപ്പാടിക്ക് അവിടെ എന്തായാലും നമുക്ക് ഇറച്ചി കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ ഒരുപാട് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചു. അവിടെ നമുക്ക് ഫ്രിഡ്ജൊന്നുമില്ല, അപ്പോൾ കൂടുതൽ നമുക്ക് സ്റ്റോർ ചെയ്യാനൊന്നും പറ്റൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവിടുന്ന് കൊണ്ടുപോയില്ല. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഇറച്ചിയൊക്കെ വാങ്ങി ഫ്രീസറിൽ വെച്ച് നമ്മൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോവാണ്. അപ്പം നമ്മൾ അട്ടപ്പാടി ചുരത്തിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. പെരുന്നാളായതുകൊണ്ട് എല്ലാവരും കാണാനൊക്കെ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ എനിക്കൊരു ഇളനീർ ഐസ്ക്രീം വാങ്ങി. നമ്മളെ കപ്പിലുണ്ടാവുമല്ലോ, അത് 50 രൂപയാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ഇളനീരിൻ്റെ പീസൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് പേഴ്സണലി ഇളനീര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇളനീര് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇഷ്ടമാണ്. അങ്ങനെ എനിക്കൊരു ഇളനീരും പിന്നെ ആ കുട്ടികൾക്കൊക്കെ ചോക്കോബാറും മാംഗോ ബാറൊക്കെ വാങ്ങി. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും കുരങ്ങന്മാർ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാൻ വരുമായിരുന്നു കേട്ടോ. അങ്ങനെ ഐസ്ക്രീം സമാധാനത്തോടെ കഴിക്കാനൊന്നും പറ്റിയില്ല. ലാസ്റ്റ് ആയപ്പോൾ ഞാൻ കുരങ്ങിന് ഇട്ട് കൊടുത്തു കേട്ടോ. അല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റണില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ അട്ടപ്പാടിയിലേക്ക് പോയി. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ 3-ാം പെരുന്നാൾക്കായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാ. ടാറ്റാ ബൈ ബൈ.